ഈ വീടിന് എത്ര ആളെ കാല് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ട് ആ മാമന്റെ കാല് പിടിച്ചിട്ടാ ഈ വീടിന് കിട്ടിയത്. ഞാൻ തല്ലിക്കാൻ ആളാക്കിയിട്ടുണ്ട്. തിരിച്ചല്ല നിനക്ക് അറിയാനിട്ടല്ല, ഒരു പ്രശ്നം ഉണ്ടായാല് അതിന്റെ ഭവിഷ്യത്ത് പിന്നെ നിനക്കറിയില്ല. പാപ്പ കരാട്ടല്ല, പാപ്പനെ തിരിച്ചു തല്ലിക്കോളും. അത് ഞാൻ പണ്ടേ പറഞ്ഞത് ആ ഫോട്ടോ എടുത്ത് കളയാൻ വേണ്ടി. അത് ഞാൻ പണ്ട് കോളേജ് പഠിക്കുമ്പോ ഫാൻസി ഡ്രസ്സിന്റെ ഫോട്ടോ ആണ്. ഇനി അതും പറഞ്ഞ ആദ്യം എനിക്ക് അടി വാങ്ങിച്ചതല്ലേ. നിന്റെ അച്ഛനെ പോലെ ഫാൻസി ഡ്രസ്സിന് കിട്ടിയല്ല കേട്ടത്, ഞാൻ ഇടിച്ചു മേടിച്ചതാണ്. ഒരു മിനിറ്റടാ, നീയല്ല ഇപ്പൊ ആരോ തല്ലാനെത്തിരി വന്നത്. അതായി എന്റെ ഒരു ആങ്ങളുണ്ട്. ഇവക്ക് അങ്ങനെ ഒരു ആങ്ങളുണ്ടോ ദാസ? അതായിരുന്നു എന്റെ ആങ്ങളാ കോഴിക്കോട് സുധി പോയില്ലാണ്ട് എന്റെ മൂത്തവരെ പോലെ. അമ്മോ സുധിയുടെ വേണ്ട വേണ്ട വേണ്ട, അടിയും പറഞ്ഞു ഭയങ്കര പ്രശ്നവും. ആളുണ്ടാക്കിയ ദാസ നീ ഇങ്ങനെ അടിയും കൊണ്ടൊരു മിണ്ടാതിക്കുന്നത്. 4 കളരിക്ക് ആശാന് കൊയിലാണ്ടി സുധി, വെറും സുധിയല്ല, ചുഴലി സുധി. കൊയിലാണ്ടി ടൗണിൽ കിടുകിട് ഉറപ്പിച്ച ചുഴലി സുധി. അടിയെല്ലാം പറഞ്ഞു ഭയങ്കര പ്രശ്നവും. നിങ്ങൾ കൊണ്ട് അന്വേഷിച്ചാൽ കൊയിലാണ്ടി മാർക്കറ്റില് ചുഴലി സുധി ആരെയും കൊടുങ്കാറ്റോ അതൊന്നും ഇറക്കാറല്ല. സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറിയാൽ മതി, അല്ലാത്ത പക്ഷം ഞാനത് ഓണം ഏതളിയൻ ആരളിയൻ പെങ്ങളെ പൂർണി മോളൂ ഇതാണോ ഗുണ്ടസുനി? ഞാൻ അറിയേ കൊയിലാണ്ടി പോയി അന്വേഷിച്ചായി. ഇതെന്റെ അനിയനാ. ദൈവം പുറങ്ങേനെ കൊണ്ടല്ല ഞാനിപ്പം വിട്ട്. പൊരുത്തക്കെട്ട കുഞ്ഞെ ഏട്ടാ, ഇതെന്റെ മോനാണ്. മോനോ ചുക്കട് അങ്ങനെ പറയല്ലേ. എന്താ ഹോർലിക്സോ? ഹോർലിക്സ് തീർക്കോ? പിന്നെ മോനെ നിൽക്കണ്ടാടാ ഓഫീസ്. പാടിയാ അടിച്ചാ തിരിച്ചടിക്കും, അല്ല വീട്ടിൽ കിട്ടുന്ന ഓർമ്മ പറ്റില്ല. പിന്നെ അടിക്കണ്ടേ? വേണ്ടടിയാ, നമ്മൾ പ്രശ്നം പറഞ്ഞു നിർത്തും. എവിടെയെങ്കിലും നമ്മൊന്ന് മനസ്സമാനത്തോടെ ജീവിച്ചോട്ടു. തല്ലിക്കെട്ടല്ലോ, ഓളനെ തല്ലിക്കുന്നത് നീ തന്നെ പറഞ്ഞില്ലല്ലോ. ഏട്ടാ, ആ വെള്ള ഷർട്ട് തന്നെ അടിക്കണോ? എന്റെ മുമ്പ് നിൽക്കില്ല എന്റെ ഭർത്താവിനെ തച്ചത്. എന്തായാലും ഓനെ തന്നെ അടിക്കണം. ഓ ഒന്ന് അടങ്ങ് പൂർണിമേ. അറിയാ തിരിച്ചു കൊടുക്കലേ? വേണ്ട, പകരം പറഞ്ഞ് ശരിയാക്കി. ആണുങ്ങൾക്ക് അമ്മാവ് തീർക്കണം.
വേണ്ട വേണ്ട പേടിപ്പിച്ചാൽ മതി. എന്റെ അതേ തല എനിക്ക് ഇപ്പൊ തരണം. ഒന്ന് അടങ്ങുന്നു. അടിയാ ഒറ്റ വരയ്ക്ക് തീർക്കാൻ വെച്ചോണ്ട. ഇതേ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾക്ക് ഇനി വേറെ ഇല്ല. കുറച്ചുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എനിക്ക് എൻ്റെ രാഷ്ട്രീയ ഭാവിയും കൂടെ നോക്കണം. പെട്ടെന്ന് അടിച്ചിട്ട് ഞാൻ സ്ഥലം വിടും. ബാക്കി നിങ്ങൾ എന്തുവാണല്ലോ ആയിക്കോ. വലിയ രാഷ്ട്രീയക്കാരൻ വന്നിന് എന്ത് ഭായി നടിക്കും. അതല്ല പൊട്ട് എന്നൊക്കെ ഒരു അവസ്ഥ നിങ്ങൾക്ക്. ഒരു മനുഷ്യ ഒരു 4-5 പൊക്കത്തിന് ഒരു മനുഷ്യൻ വന്നിട്ട് എന്റെ വണ്ടിയിൽ കയറിട്ട് എന്റെ ദൈവേ എന്നെ മറ്റേ പരലോകത്ത് കെടുക്കട്ടി. അങ്ങനത്തെ ഒരു അവസ്ഥ. എന്ത് കളി കളിച്ചിട്ടോ അവന്. എന്നാ സംഭവം നടന്ന അത് നമ്മുടെ ഈ കുഞ്ഞമ്മാട്ടിന് വീടില്ലേ, അവർ വാടക കൊടുത്തിട്ട് ആ വീട്ടിൽ ഫ്രണ്ട് തന്നെ ഏടുന്ന് വന്നിനുണ്ടോ. ആരും വരുന്നുണ്ടോ? ഇതാരി ഇതാ പയനെന്നെ എന്റെ വണ്ടിന്ന് വിളിക്കേ. അതാ ഇത് ഞാനാണ് ഞാൻ തല്ലി. എന്താ നിന്റെ പ്രശ്നം? മോളോട്ട് നോക്കടാ. സുധിയേട്ടാ മതി 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 ഇനി തല്ലല്ല പാവം നല്ലോണം കൊണ്ട്. സോറി ഒരു തല്ലല്ല. ഈ ഇമാതിരി പരിപാടിയായിട്ട് തല്ലു കേസൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നാണ്ടല്ലോ, നീ ജീവനോടെ പോവല്ലോ. ബാബാ ഏട്ടാ ഏട്ടാ കഴിഞ്ഞു കഴിഞ്ഞു വയ്ക്കാം വയ്ക്കാം. തല്ലാമതിനോന് ഈ സാധനത്തിനൊന്ന് പിടിച്ചാടാ. ഇമാതിരി പരിപാടിയായിട്ട് ഇനി ഈ നാട്ടിലോട്ട് വന്നാണ്ടല്ലോ. ഓടാർക്കാം. സാധാരണ ഞാൻ അംഗത്ത് പോകുമ്പോൾ ഫോണൊക്കെ കൊടുക്കാം. ഇപ്പൊ ജഡ്ജി ചെയ്തു. അതവരുടെ ഭാഗ്യമായി നന്നായി. എന്തുവാണേ നാട്ടുകാരോ കിട്ടും നീയും നല്ലോണം കിട്ടിയല്ലേ കിട്ടിയല്ലേ? നിനക്ക് അറിയായിരുന്നു അല്ലേ, ഒരു വാക്കും അറിയായിരുന്നു. എനിക്ക് വല്ലതേടതായി നീ. എന്തൊക്കെ വന്ന് എന്ത് പരിപാടി? നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാണ് പറഞ്ഞത്. ഏറ്റവും വലിയ കച്ചറ ടീമോടാണ് നിങ്ങൾ പ്രശ്നമാക്കിയത്. ഞാനിപ്പോ എന്താക്കേണ്ടത്? ഒന്ന് തിരിയുന്നില്ല. നിങ്ങൾ ഗോപിയേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പൊ പ്രശ്നം ഫുള്ള് എനിക്കാണ്. ആ ഗോപിയേട്ടന് കമ്മീഷൻ കൊണ്ടുപോയി. അത് ചെക്കനൊരു പ്രശ്നം പറ്റിപ്പോയതാണ്. നീ ഇതെങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞൊന്ന് സോൾവ് ആക്കും. ഞാനത് ചെക്കനോട് പറയാം. ഇതാവാത്തേ കളിക്കാൻ.
തൽക്കാലം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് നിങ്ങളുടെ ഫോർത്തിന് അത് എന്തെങ്കിലും വെള്ളം കളക്കില്ല 3 രീതിയിൽ തിയേറ്റേഴ്സ്. അപ്പോ വന്നോ? ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ. നീ ഓടി പാഞ്ഞു പോകുന്നത് അവിടെ നിൽക്ക്. നമ്മൾ അവരെ തല്ലാൻ വേണ്ടി പോകുന്നല്ല, അവരോടുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അന്നേരം നീ ഇങ്ങനെ ഗുണ്ടനെ പോലെ പോയിട്ട് എന്ത് ശരിയാവുക? കയ്യൊക്കെ തത് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ തല്ലൂട്ടാ. എന്തെങ്കിലും പറഞ്ഞാലേ നമ്മൾ പറഞ്ഞെല്ലാം ശരിയാക്കാനല്ലേ പോകുന്നത്. അന്നേരം നീ ഇങ്ങനെ പോയിട്ട് ഞാൻ ശരിയാകും. നിങ്ങൾ സംസാരിക്കും. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടോ? നിങ്ങളായിട്ടൊന്നും പ്രശ്നത്തിൽ നിൽക്കണ്ട. ഓക്കെ. അപ്പൊ ഇവരൊന്നും എനിക്ക് വേണ്ടപ്പെട്ടല്ല, നിങ്ങളും വേണ്ടപ്പെട്ടല്ല. ഒരാളായിട്ട് കൂടുതൽ ശരിയല്ല, എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ ഇവര് ചെയ്ത പരിപാടി അറിയും. നമ്മളെ തല്ലാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്നു. അത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ തല്ലിയിട്ട് പോകാൻ വേണ്ടിട്ട് ആ പരിപാടി നടക്കില്ല. നീ പറഞ്ഞോണ്ട് മാത്രം നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു കേട്ടാ. നിനക്ക് എന്നെ അറിയാലേ, ഞാൻ പ്രശ്നത്തിൽ ഇടപെട്ട എന്താ സംഭവിക്കുന്നത് എനിക്കറിയാലേ. ഇവനും എന്നെ അറിയാം. അപ്പൊ നീ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പറഞ്ഞ എമൗണ്ട് ഓക്കെ അല്ലേ? എമൗണ്ട് എന്ന് പറയുമ്പോ കൂടുതലാവും. ഒരു 15 നിന്റെ കയ്യിലുണ്ടാവൂല. നീ ഒന്ന് കുറച്ച് പറഞ്ഞു അഡ്ജസ്റ്റ് ഇപ്പൊ സ്ഥലം മുഴുവൻ മാറിയല്ലേ, കുറച്ച് അഡ്ജസ്റ്റ് ആക്കുക. പൈസയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. നമ്മൾ 15 എന്ന് പറഞ്ഞാൽ 15 തന്നെ. ഒരു സംസാരിച്ചത് 15 ആക്കാം. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളെ. വന്നേ നമ്മള് 15 പറഞ്ഞത്. നിങ്ങളുടെ അവസരം മനസ്സിലാക്കി ഒരു 10-ലാക്കാം. അതിലൊരു കുറയ്ക്കലില്ല. നിനക്കറിയാലോ സംഭവം. നമ്മളൊന്ന് പെടുത്തി കഴിഞ്ഞാൽ പുള്ളി പുറലോങ്ങാണ് അല്ലേ? നമ്മളറിയാമല്ലോ. അതുകൊണ്ട് ആ പരിപാടി ഇല്ല. 10 എന്ന് പറഞ്ഞാൽ 10, അതിൽ കുറയ്ക്കാമെന്നല്ലോ. നിങ്ങൾ പറഞ്ഞ 10 അല്ല 10 കുറച്ച് കുറച്ചുള്ളൂ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ആയിരിക്കും. ഒന്ന് അങ്ങോട്ട് വന്ന് നമുക്ക് പറയാം. കുറച്ച് അടിക്കുന്ന ടീമാണ്. പൈസ സാധനം നോക്കില്ല. രാശ മറ്റേണ്ട ലോക്കൽ നീ അടിച്ചോപ്പാ. നല്ല നെട്ട് പൈസ നീ എന്തെന്ന് പറയുന്നു? ഫണ്ടില്ല നമ്മ വിളിക്കോ? ഒരു ഫുൾ ഇട്ടോ അല്ലന്നെ. ഓക്കെ. വിളിച്ചത് എന്തിനാ വിളിച്ചെന്ന്? ഓന് 4 ഇപ്പൊക്കെ അധികം കൊടുക്കേണ്ടത്. എനിക്ക് വേറെ ആരും കിട്ടില്ലേ? നീ എങ്ങനെ ഓനെ ഒഴിവാക്കിയ? നീ സാധനം എത്തിച്ചു കൊണ്ട് എന്താ ഭായി എത്ര സമയം കാത്തിരിക്കുന്നു? ഇങ്ങനെ വെയിറ്റ് ചെയ്യിക്കല. രാജേഷിനോട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ.